ഭയങ്കര ചൂടുള്ള സമയമാണല്ലോ, ഓരോ ദിവസം ചൂട് കൂടിക്കൂടി വരികയാണ്. അപ്പം നമ്മൾ എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും മോസ്റ്റ്ലി സർബത്തൊക്കെ കുടിക്കാനാണ് താല്പര്യം. അപ്പം അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണല്ലോ. അപ്പം അതുപോലെ നമുക്ക് വീട്ടിലൊരു അടിപൊളി സർബത്ത് ഉണ്ടാക്കാം, ആ ഒരു ടേസ്റ്റിൽ തന്നെ. അപ്പം അതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലെമൺ ആണ്. അത് കൂടാതെ നറുനീണ്ടി എടുക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നറുനീണ്ടി. ഇത് നമ്മൾക്ക് പൂജ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടയിലാണ് കിട്ടുന്നത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് എന്തിൻ്റെ ഒരു കിഴങ്ങാണെന്നാണ് അമ്മ പറഞ്ഞത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിനൊരു വാനിലയുടെ സ്മെല്ലാണ് കേട്ടോ. ഇതെനിക്ക് പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഞങ്ങൾക്ക് പണ്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ സർബത്തൊക്കെ ഇങ്ങനെ കുപ്പിയിൽ അമ്മ ചെയ്ത് സെയിൽ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. ഇത് നമുക്ക് സർബത്ത് മാത്രമല്ല, നമുക്ക് എന്താണ് വീട്ടിൽ കരിങ്ങാലി ഇട്ട് വെള്ളം തിളപ്പിക്കില്ല, അതിന് പകരം ഇതിട്ട് വെള്ളം തിളപ്പിച്ചാലും നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലാണ് വെള്ളത്തിന്. അപ്പോൾ ഞാനിത് കഴുകി ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഞാൻ തിളപ്പിച്ച് നല്ലൊരു പാനി പോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ കുറച്ച് നമ്മൾ സർബത്തൊക്കെ ഒഴിക്കുന്ന പോലെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് സോഡയോ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കറുകപ്പട്ടയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഏലക്ക കറുകപ്പട്ട അങ്ങനെയാണ്, ഇവിടെ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറുകപ്പട്ട മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് പിന്നീട് സർബത്ത് ഉണ്ടാക്കുമ്പോൾ നാരങ്ങ പിഴിയേണ്ട ആവശ്യമില്ല. നമുക്കിത് കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, കാരണം അത്ര ടേസ്റ്റിയാണ്. പിന്നെ നല്ലോണം ദാഹം മാറും കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്ത് ടാങ്കും സാധാ നാരങ്ങ വെള്ളവും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചാൽ മതിയായവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചൂടിനെ ചെറുക്കാനായിട്ട് അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.